യങ്കാൽ, തോയമൽ, അരൈ, പടിഞ്ഞാർ പ്രാദേശിക മഹല്ല് ജമായത്തുകളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 10 മാസം മുമ്പാണ് ഈ സംഘടന പിറവിയെടുത്തത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാന പാതക്കരികിൽ പടർന്നു നിൽക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങളെയും മനോഹരമായ കാറുകളെയും ആടയാഭരണങ്ങളെയുമൊക്കെ സൂചിപ്പിച്ച് ഇതാണ് ഈ സമുദായം എന്ന് വിശ്വസിക്കുന്നവർക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ ഏറെ കരുണ ആഗ്രഹിക്കുന്നതാണ് ഈ സമൂഹം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ഈ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി സമാദരണീയനായ മെട്രോ മുഹമ്മദ് ഹാജി പ്രസിഡന്റായുള്ള കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് കഴിഞ്ഞ 7 വർഷം മുമ്പ് ഒരു പദ്ധതി നടപ്പിൽ വരുത്തി. സമാദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഈ സമുദായത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ സുമംഗലികളാക്കാൻ ഒരു ശിഹാബ് തങ്ങൾ മാംഗല്യനിധിക്ക് രൂപം കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി അത്തരം കുടുംബങ്ങളിലെ അവസ്ഥകൾ അറിയാൻ സംയുക്ത മുസ്ലിം ജമായത്തിൻ്റെ ഭാരവാഹികൾ ഒരു പര്യടനം നടത്തിയപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത്, കാഞ്ഞങ്ങാട് നഗരസഭയോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത ഒരു പ്രദേശത്തെ ഒരു വീട്ടിൽ 35, 33, 31, 29, 27 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടും വിവാഹമംഗല്യ സ്വപ്നമാവട്ടെ നിത്യജീവിതത്തിന് പോലും വഴിയില്ലാത്ത ഒരു കുടുംബം കഴിയുന്നു. ഞങ്ങൾ അന്വേഷിച്ചു, എന്താണ് ആ കുടുംബത്തിൻ്റെ കുഴപ്പം, എന്തുകൊണ്ട് സ്ത്രീകൾ ഇവിടെ അവിവാഹിതരായി ഒരു കുടുംബത്തിൽ ഒരു ഉമ്മയുടെ കണ്ണീരായി കഴിയുന്നു. കാരണം വളരെ ലളിതമായിരുന്നു. ആ കുടുംബത്തിന് താങ്ങായി ആ മക്കൾക്ക് ഉപ്പയില്ല, സഹോദരന്മാരില്ല, മറ്റ് സുമനസ്സുകളുടെ ശ്രദ്ധയൊന്നും ആ വഴിക്ക് തിരിഞ്ഞില്ല. ഞങ്ങൾ ആ യാത്ര പിന്നീട് പോയപ്പോൾ മലയോരത്തെ ഒരു വീട്ടിൽ യഥാർത്ഥത്തിൽ റബ്ബർ മലയിടുക്കുകൾക്കിടയിലെ ഒരു കൂരയിലെത്തിയപ്പോൾ അവിടെ ഒരു ഉമ്മ 23, 21 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികൾ കഴിയുന്നു മക്കളോടൊപ്പം. ആ ഉമ്മ പറഞ്ഞത്, ഞാൻ ഉറങ്ങിയിട്ട് എത്രയോ കാലമായി എന്നാണ്. കാരണം ആ വീട്ടിൻ്റെ ഒരു കൂരയിലുള്ള ആ ഒരു വാതിൽ പോലുമില്ലാത്ത ആ വീട്ടിൻ്റെ തൊട്ടുപിറകിൽ വലിയ റബ്ബർ ടാപ്പിംഗ് നടക്കുന്നു. അവിടെ അന്യദേശ തൊഴിലാളികൾ താമസിക്കുന്നു. ഏത് രാത്രിയോടെ ഏത് യാമത്തിലാണ് ആ തൊഴിലാളികൾ ആരെങ്കിലും ഈ വീട്ടിലേക്ക് കടന്നു വരിക എന്നറിയാതെ ഈ പെൺമക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന ഒരു ഉമ്മയെ കണ്ടു. അതുപോലെ ഒരുപാട് ഉമ്മമാരുടെ കഥനം, ഒരുപാട് ഉമ്മയുറങ്ങാത്ത വീടുകളുടെ ദുരിതമറിഞ്ഞിട്ടാണ് ഈ ആറങ്ങാടിയിലെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ, അവർ ഗൾഫിൽ അവരുടെ രക്തം വിയർപ്പൊഴുക്കി സ്വന്തം ബന്ധങ്ങളൊന്നുമില്ലാത്ത വിരഹത്തിൻ്റെ വേദനയിൽ കഴിയുമ്പോഴും ഈ നമ്മുടെ നാട്ടിൽ അതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഈ മഹലിലെ ഗൾഫിലുള്ള ചെറുപ്പക്കാർ അവർ ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ചർച്ച നടത്തുകയും ഈ നാട്ടിൽ കാരുണ്യം എത്തിക്കണം, കാരുണ്യവും ജീവകാരുണ്യ പ്രവർത്തനവുമൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവിലാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഇവിടെ രൂപം കൊണ്ടത്. 100% ഈ കരുണയറിയിക്കുന്ന പാവങ്ങൾക്ക്, ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാരെ സഹായിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി ഒരു സംഘടന പിറന്നു വീണപ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ ആ സംഘടനയുടെ കാരുണ്യം വല്ലാണ്ട് കൈവഴിയായി ഒരു കടലോളം ഈ പ്രദേശത്ത് ഒഴുകിയപ്പോൾ, ഈ സംഘടനക്ക് ജീവൻ വെച്ചപ്പോൾ പിന്നെ ഈ സംഘടനയെ എങ്ങനെ തകർക്കുക എന്നതായി ചിലരുടെയെങ്കിലും ലക്ഷ്യം. അതിനുവേണ്ടി ഇല്ലാത്ത കഥകളും കള്ളക്കഥകളും പടച്ചുണ്ടാക്കി ഈ സംഘടനയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ മനുഷ്യരൂപം പൂണ്ട ഒരു പിശാച് ശ്രമിച്ചു എന്ന ദുഃഖകരമായൊരു സത്യം ഓർക്കാതെ ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാന്യനായ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി, സമാദരണീയനായ മെട്രോ മുഹമ്മദ് സാഹിബ് പതാക ഉയർത്തിക്കൊണ്ട് ഇവിടെ പറഞ്ഞു,
സമുദായത്തിൻ്റെ കണ്ണീരൊപ്പാൻ, ഞങ്ങളുടെ സഹോദരിമാരുടെ ദുരിതമകറ്റാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളപ്പണം തന്നെ ധാരാളമുണ്ട്, ഞങ്ങൾക്ക് കള്ളപ്പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ സമാരംഭിച്ചിട്ടുള്ളത്. വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ വന്നത് ആറങ്ങാടിയുടെ മടിത്തട്ടിലാണ്. ആറങ്ങാടിക്ക് മനുഷ്യമുഖമുണ്ട്. ആറങ്ങാടി ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഏറെ വളക്കൂറുള്ള മണ്ണ് എന്നതിനപ്പുറത്ത് ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ സ്നേഹാർദ്ദമായ നിരവധി പദ്ധതികൾ, അല്ലെങ്കിൽ നീതി ലഭിക്കുന്നവന് നീതി അറിയിക്കുന്നവന് അത് എത്തിച്ചു കൊടുത്ത ഒട്ടേറെ പാരമ്പര്യം ആറങ്ങാടിക്കുണ്ട്. അതോടൊപ്പം മുഷ്ക് കാണിക്കുന്നവരോട് മുഷ്ക് കാണിക്കാനുള്ള കരുത്തും കെൽപ്പും ആറങ്ങാടിക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ, ഈ സമാപന സമ്മേളനത്തിൻ്റെ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് നമ്മുടെ സമാദരണീയനായ കേരള മുസ്ലിങ്ങളുടെ എക്കാലത്തെയും നെഞ്ചിൽ ഹൃദയത്തുടിപ്പുകളിൽ ജീവിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണ്. തങ്ങളെ വളരെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹൃദയത്തിനുള്ളിലുള്ള മുഴുവൻ പച്ചപ്പും കൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമാദരണീയനായ തങ്ങളുടെ പേരിൽ തന്നെ ഈ സംഘടന നടപ്പിലാക്കുന്ന അടുത്ത ഘട്ടമാണ് തങ്ങളുടെ പേരുള്ള ഒരു കാരുണ്യ ഭവൻ പ്രഖ്യാപനം. തീർച്ചയായും തലചായ്ക്കാനിടമില്ലാത്ത ഈ മഹല്ലുകളിലെ കുടുംബങ്ങൾക്ക് ഒരിടം കണ്ടെത്തണം എന്ന നിർബന്ധ ബുദ്ധിയിലാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ല ഇന്ത്യക്ക് സംഭാവന ചെയ്ത പ്രിയങ്കരനായ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചെർക്കളം അബ്ദുല്ല സാഹിബ് അവറുകളെയാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെ കാലമായി കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം ഈ ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം നൽകി നിസ്തുലമായ സേവനം നടത്തുന്ന സമാദരണീയനായ ചെർക്കളം അബ്ദുല്ല സാഹിബിനെയും വളരെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കെന്നും കരുത്തായി ഈ സംഘടനക്ക് ഈ വെല്ലുവിളികളൊക്കെ നേരിടുമ്പോൾ നട്ടെല്ല് നിവർത്തി പോരാടാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ഈ സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ്, അദ്ദേഹമാണ് ഭവന നിർമ്മാണ സഹായം ഇവിടെ വിതരണം ചെയ്യുന്നത്. വളരെ ആദരവോടുകൂടി ജനാബ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൽ ഇവിടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അവർകൾ, ജനാബ് തായൽ അബൂബക്കർ ഹാജി സാഹിബ്, ജനാബ് ഇബ്രാഹിം ഹാജി കുണിയ, പ്രിയപ്പെട്ട സി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, പി എ റഹ്മാൻ ഹാജി സാഹിബ്, ഈ സംഘടനയുടെ രക്ഷാധികാരികളായ ബി കെ യൂസഫ് ഹാജി സാഹിബ്, പ്രിയപ്പെട്ട ഈ സംഘടനയുടെ വൈസ് ചെയർമാൻ മുഹമ്മദ് കാസിം ഹാജി സാഹിബ് കോവൽപ്പള്ളി, പ്രിയങ്കരനായ നഗരസഭാ കൗൺസിലർ അസൈനാർ കല്ലൂരാവി, ഈ സംഘടനയുടെ രക്ഷാധികാരികളായ ജനാബ് ടി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ജനാബ് സി അബ്ദുല്ല ഹാജി സാഹിബ് തുടങ്ങി മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയെ വളരെ ധീരമായി നയിക്കുന്ന ചെറുപ്പം ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ ജനാബ് എം കെ റഷീദ്, കൺവീനർ ജനാബ് മുത്തലിബ് കൂളിയങ്കാൽ, അതോടൊപ്പം ഈ അർ-റഹ്മ ചാരിറ്റബിൾ എന്ന സംഘടനയുടെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുകയും അതിൻ്റെ പ്രയാണത്തിൽ കർമ്മസാക്ഷികളായി മാറുകയും ചെയ്യുന്ന GCCയുടെ ചെയർമാൻ ജനാബ് എ കെ മുഹമ്മദ്, UAE കമ്മിറ്റി ചെയർമാൻ ജനാബ് KG ബഷീർ, UAE കമ്മിറ്റി ഉപദേശക സമിതി അംഗം ജനാബ് ടി ഖാദർ സാഹിബ് തുടങ്ങി ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ വളരെ മനോഹരമായ മറ്റൊരു കാര്യം നടക്കുന്നത്, ഈ പ്രദേശത്ത് നിസ്തുലമായ സേവനം
നടത്തി വരുന്ന ജനാബ് ടി അബൂബക്കർ ഹാജി സാഹിബിനെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി തങ്ങൾ ആദരിക്കുന്ന സന്തോഷ വിവരം കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്താൻ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് മിസ്ഹാബ് കീഴയൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതോടൊപ്പം ആഷിം ബംറാണിയെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട മുഴുവൻ സഹോദരന്മാരെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കാൻ ഈ സംഘടനയുടെ ഗൾഫ് തല ചെയർമാൻ ജനാബ് AK മുഹമ്മദ് സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ അവർക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് എല്ലാവർക്കും സംസാരിക്കുവാൻ വളരെ സമയക്കുറവായിരിക്കുന്നു. അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബഷീർ തങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. കടലണ്ടി പുഴയുടെ ഇളം കാറ്റിൽ മയങ്ങിയുറങ്ങാതെ ഒരു സമുദായത്തിന്റെ മുഴുവൻ താപവും നെഞ്ചേറ്റുവാങ്ങിയ, ചരിത്രത്തിന് ചന്തവും സുഗന്ധവും പകർന്ന പാണക്കാട് കൊടപ്പനകൾ തറവാട്ടിലെ അനുഗ്രഹീതമുത്ത് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ബഹുമാനനായ അധ്യക്ഷൻ DCC ചെയർമാനായ റഹ്മയുടെ AK മുഹമ്മദ് ഹബീബ് അവർകളെ, ഇവിടെ സന്നിധരായിരിക്കുന്ന മുന്നമല്ല ചെർക്കുളം മുൻമന്ത്രിയുമായ ചെർക്കുളം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ ചെർക്കുളം അബ്ദുള്ള സാഹിബ്, മെട്രോ മുഹമ്മദ് ഹാജി അവർകളെ, കുഞ്ഞ് അഹമ്മദ് പാലക്കീൻ അവർകളെ, ഇവിടെ പ്രിയം നിറഞ്ഞ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അവർകളെ, ടി കാദം, ടി അബൂബക്കർ ഹാജി, ഇബ്രാഹിം ഹാജി തുടങ്ങിയ വിവിധ ഇഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിധിയായിരിക്കുന്ന ഈ നാട്ടിലെ സഹോദരന്മാരെ, ട്രസ്റ്റ് ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, പ്രവാസികളായ ഇവിടുത്തെ റഹ്മയുടെ കമ്മിറ്റി മെമ്പർമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആനങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 2-3 ദിവസങ്ങളായി ഇവിടെ തുടങ്ങിയ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാഹദാന സഹായ വിതരണവും, അതുപോലെ ആസ്ഥാന മന്ദിരത്തിൻ്റെയും ഒക്കെ ശിലാസ്ഥാപന കർമ്മവും, പിന്നെ ശിഹാബ് തങ്ങൾ കാരുണ്യ ഭവന പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ ഈ വേദിയിൽ നടത്തി പോകുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ ഇന്ന് പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടാണ് ഇത് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു സംരംഭമായിരിക്കുക. ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ ഇതിനായി അഭിനന്ദിക്കുകയാണ്. അതാണ് മറ്റുള്ളവൻ്റെ വേദന അറിയുന്ന, മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ ആണ് അതിലേക്ക് വളരെ ആശ്വാസകരമായ രീതിയിൽ അവർക്ക് നൽകുന്ന ചികിത്സാപരമായും ജീവകാരുണ്യ പ്രവർത്തന രംഗവുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നൽകുന്നത് എന്നതാണ്.
ഏതൊരാളുടെയും ജീവിതം സ്വാർത്ഥമാകുകയുള്ളൂ. മനുഷ്യ മനസ്സിനുണ്ടായാൽ മാത്രമേ അത് ആ അനുഗ്രഹം ചെയ്ത് തന്നെ സൃഷ്ടാവിനോടുള്ള നന്ദി അത് അർപ്പിക്കാനെന്നുള്ളതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അതിരുകളില്ലാതെ പ്രോത്സാഹിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ്. വിശന്ന് വലഞ്ഞ് പ്രത്യേകവനെ ഞെട്ടിയും പട്ടിണിക്കാരന് കീഴടക്കുവാൻ വക കണ്ടെത്തി കൊടുത്ത പ്രവാചകൻ സമാനതകളില്ലാത്ത മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ്റെ വിശാലമായ ആ മാനുഷിക മൂല്യങ്ങളെ ജീവിതം അയാൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിക്കും ഭരണ സംവിധാനത്തിന് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മൈലുകൾ താണ്ടിയാണ് മരുഭൂമിയിൽ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നില്ല, മറിച്ച് താൻ ഭരണം വിഹാരിയായിരിക്കെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരെങ്കിൽ അതേക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അർഹമായ ഒരുപാട് ഇലാം പലർക്കും അതുപോലെ അവർക്കുമൊപ്പം നിന്ന് ആശ്വാസം പകരാൻ ഈ ആവശ്യങ്ങളറിഞ്ഞ് നിർവഹിക്കുന്ന തയ്യാറാകണമെന്നുള്ളത്. അതാണ് ഇവിടെ ഇന്ന് റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആഭിമുഖ്യത്തിൽ ഈ മഹല്ലുകൾ 4 മഹല്ലുകൾ അറങ്ങാടി, കുളിയാങ്കാൽ, പടിഞ്ഞാർ, കോവൽപ്പള്ളി, അരി എന്ന മഹല്ലുകളുടെ ആ ഒരു നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് ആ ഒരു സ്വപ്ന പദ്ധതിയുമായി ഇവിടെ ആവിഷ്കരിക്കുമ്പോൾ ചികിത്സക്കും വകയില്ലാത്തവരും അതുപോലെ ചികിത്സാ സഹായം ഏർപ്പെടുത്തുകയും തന്നെ അത് നൽകപ്പെടുകയും റംസാനിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയും അതുപോലെ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുപോലെ നിർധര യുവതികൾക്ക് വിവാഹ ധനസഹായം നൽകിയും റഹ്മയുടെ ആ നേതൃത്വത്തിൽ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഇത്തരം നല്ലതായ പ്രവർത്തനങ്ങൾ ഇവിടെ വിപുലമായി നടത്തപ്പെടുമ്പോൾ അതിന് ആ പ്രതികളുടെ മംഗല്യ സാഫല്യത്തിന് 10 പവനും 1 ലക്ഷം രൂപ വീതമാണ് ഓരോ പെൺകുട്ടിക്കും നൽകുന്നത് എന്നല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റഹ്മയുടെ അക്ഷമയോടെ ആ സഹായാർത്ഥികൾ അത് ത്രികരായി വിദേശത്തുള്ളവരും ഉദാരമായ മനസ്കരമുള്ളൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി അവരുടെയൊക്കെ ആ ശാരീരികമായും സാമ്പത്തികമായുള്ള അവർ നേടിത്തന്ന ഇത്തരം മാതൃകാപരമായ സമ്പന്നമായും അതുപോലെ സാമ്പത്തികമായുള്ള ആ ഒരു സഹായം ഇതിന് ലഭിക്കുമ്പോൾ അത് ഇന്ന് ഇവിടെ നൽകപ്പെടുമ്പോൾ അതിന് എല്ലാവിധ ധാരാമനസ്കരമായ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാകുമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ഈ വിവാഹധന സഹായ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ശിഹാബ് തങ്ങൾ കാരുണ്യ ഭവന പ്രഖ്യാപനത്തിനായി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ജനാബ് ചെറുക്കളം അബ്ദുള്ള സാഹിബ് അവരുടെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു.
अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. പ്രിയപ്പെട്ട അധ്യക്ഷൻ്റെ ബഹുമാന സുഹൃത്ത് AK മുഹമ്മദ്, സമാദരണീയനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് അജി, ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നേതാക്കളെ, ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആറങ്ങാടിയുടെ വളരെ സുപ്രധാനമായ ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത പ്രദേശങ്ങളിലെ മഹല്ലുകളിലെ കൂട്ടായ്മയിലൂടെ രൂപീകരിച്ച അർ-റഹ്മ ചാരിറ്റബിൾ സെൻ്ററിനെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിവാഹ സഹായധനം, കാരുണ്യ ഭവന പദ്ധതി, അതുപോലെ മറ്റ് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഈ ട്രസ്റ്റിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമൂഹത്തിന് ഇന്ന് ഏറെ ആവശ്യമായിരിക്കുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തകന്മാർക്ക് സർവ്വവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥാവിശേഷം പാവങ്ങളായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. പാവങ്ങളെ സമുദ്ധരിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ല് ജമായത്തുകളും അതുപോലെ മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുമെല്ലാം അവരുടെ കൂട്ടായ്മയിലൂടെ നടത്തിയാൽ ഒരോളമോളം ഈ സമൂഹത്തെ നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. അതിന് ജഗന്നിയന്താവായ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ആസൂത്രണം ചെയ്ത കാരുണ്യ ഭവന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഈ ട്രസ്റ്റിൻ്റെ തീരുമാനത്തിലുണ്ട്. കാരുണ്യ ഭവന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും വളരെ അഭിമാനകരമായി ഇന്ത്യ മഹാരാജ്യത്തിലെ മതേതരത്വത്തിൻ്റെ അംബാസഡറായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ആരംഭിച്ച കാരുണ്യ ഭവന പദ്ധതി ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ശേഖരിച്ച ഒരു കണക്കനുസരിച്ച് തന്നെ കേരളത്തിൽ ഭവനരഹിതരായ ആളുകളുടെ സംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 41 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറേ ഭവനങ്ങളില്ലാത്ത, സ്വന്തമായി താമസിക്കാൻ ഇടമില്ലാത്ത കുടുംബങ്ങളുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. കേരളത്തിൽ വലിയ സമ്പന്നതയുള്ള എറണാകുളവും തൃശ്ശൂരുമാണ് ഏറ്റവും കൂടുതൽ ഭവനരഹിതരുള്ളത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്.
നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 13 ലക്ഷം ജനങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ 425 കുടുംബങ്ങൾക്ക് മാത്രം ഭവനം ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ് ശേഖരിച്ച കണക്കിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം എറണാകുളം ജില്ലയിൽ 32 ലക്ഷം ജനസംഖ്യയുള്ളപ്പോൾ 1500ഓളം കുടുംബങ്ങൾക്ക് വീടുകളില്ല. തൃശ്ശൂർ ജില്ലയിൽ 31 ലക്ഷം ജനങ്ങൾ അധിവസിക്കുമ്പോൾ 1400 ചില്ലാനം കുടുംബങ്ങൾക്ക് വീടുകളില്ല. ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കപ്പെട്ട കണക്കുകളാണ്. ഈ കണക്കുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് മലപ്പുറം ജില്ലയിൽ ആസൂത്രണം ചെയ്ത ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഭവന പദ്ധതി നടപ്പിലാക്കുക വഴി മലപ്പുറം ജില്ലയെ ഇന്ത്യ രാജ്യത്ത് ഭവനരഹിതരായ ഏറ്റവും കുറഞ്ഞ ആളുകളുടെ ജില്ലയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ നേട്ടമാണ്, നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയ ആ വിപുലമായ പദ്ധതി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതായിരുന്നു. ഭവനമില്ലാത്ത ആളുകൾ എത്രയാണ്? പണ്ടൊരു കവി പാടിയ പോലെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാനിടവില്ല എന്ന് പാടിയ ആ മഹത്തായ വരികൾ അന്വർത്ഥമായി നമുക്ക് കാണുകയാണ്. നമ്മുടെ സമൂഹത്തിലെ നിർധനരായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ മണിമന്ദിരങ്ങൾ നിർമ്മിച്ച് ഏറ്റവും ഉയർന്ന വിലയുള്ള കാറുകളിൽ സഞ്ചരിച്ച് പോകുമ്പോൾ ഭവനമില്ലാത്ത പാവപ്പെട്ട സമൂഹത്തിലെ ആളുകളെ ഓർക്കാതിരിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ആ രംഗത്ത് മുന്നോട്ട് വന്നാൽ ഏറെ പ്രയാസകരമായിരിക്കുന്ന ഭവന പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ കാരുണ്യഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച വിവരം ഇവിടെ വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് അത്താണിയായി അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു കണക്കെടുപ്പിലൂടെ ശേഖരിച്ച വിവരമനുസരിച്ച് ഭവനമില്ലാത്ത ആളുകളുടെ കേരളത്തിലെ ഓരോ ജില്ലയിലെയും കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ സ്വന്തമായി തലചായ്ക്കാനിടമില്ലാത്തവർക്ക് അതുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്താൻ എല്ലാ സഹോദരങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള നമ്മുടെ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളും ആത്മാർത്ഥമായി മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടനേകം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിജയകരമായി സാമൂഹിക സേവനം നടത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനും ഈ സംഘടനയിലൂടെ സാധിക്കുമാറാകട്ടെ. എല്ലാവരുടെയും കൂട്ടായ്മയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടായാൽ അത് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ജഗന്യന്താവ് അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന കാരുണ്യ ഭവന പദ്ധതി പാവപ്പെട്ടവർക്ക് തലചായ്ക്കാനുള്ള ഇടമില്ലാത്തവർക്ക് പ്രയോജനപ്രദമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ഭവന പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ പേരിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി വിവാഹ ധനസഹായം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൈമാറുകയാണ്. കൂളിയങ്കാൽ ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് ടി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, നിർധന കുടുംബത്തിലെ 6 യുവതികൾക്കായി 1,00,000 രൂപയും 10 പവൻ സ്വർണവും വീതം അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന വിവാഹ ധനസഹായം ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ കൈമാറുകയാണ്. കൂടിയങ്കാൽ ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് ടി മുഹമ്മദ് കുഞ്ഞിക്ക്. ആറങ്ങാടി ജമാഅത്തിൽ നിന്നും പ്രസിഡന്റ് ജനാബ് ടി റംസാൻ അവർകൾ ഏറ്റുവാങ്ങുന്നു. തോയമ്മൽ ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് റഷീദ് എം. കോവൽപ്പള്ളി ജനാബ് സി അബ്ദുള്ള ഹാജി അവർകൾ ഏറ്റുവാങ്ങുന്നു. അരയി ജമാഅത്തിൽ നിന്നും സെക്രട്ടറി ജനാബ് ജലീൽ കാർത്തിക വിവാഹ ധനസഹായം ഏറ്റുവാങ്ങുകയാണ്. പടിഞ്ഞാറ് ജമാഅത്തിന്റെ ജനാബ് പി അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റ് അവർകൾ ഏറ്റുവാങ്ങുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മഹല്ലുകളിലും വിശിഷ്ട സേവനം കാഴ്ചവെച്ച ജനാബ് ടി അബൂബക്കർ ഹാജി അവർക്ക് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹോപകാരം ബഹുമാനപ്പെട്ട സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ കൈമാറുന്നു. ഭവന പദ്ധതിയിലേക്ക് ജനാബ് ടി അബൂബക്കർ ഹാജി മഹത്തായ മാതൃകയായി 10 സെന്റ് സ്ഥലം സംഭാവനയായി നൽകിയിരിക്കുകയാണ്. ഭവന നിർമ്മാണ സഹായം നൽകുന്നതിനായി കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് മെട്രോ മുഹമ്മദ് ഹാജിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത് സ്വീകരിക്കുന്നതിനായി ആറങ്ങാടി ജമാഅത്ത് സെക്രട്ടറി ജനാബ് അബു സാലിയെയും ക്ഷണിക്കുന്നു. ഈ പരിപാടിക്ക് ആശംസ നേരുന്നതിനായി ജനാബ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇവിടെ അധ്യക്ഷൻ കെ മുഹമ്മദ് സാഹിബ്, ഇവിടെ സ്വാഗതാശംസ ബഷീർ ആറങ്ങാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയമായ ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് ബഷീർ ശിഹാബ് തങ്ങൾ, ഇവിടെ ശിഹാബ് തങ്ങൾ കാരുണ്യ
ഭവന പ്രഖ്യാപനം ചെയ്ത ചെർക്കള അബ്ദുള്ള സാഹിബ്, മറ്റു ഇവിടെ 10 സെൻറ്റ് സ്ഥലം സംഭാവന ചെയ്ത ടി അബൂബക്കർ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിനുമുള്ള വിശിഷ്ടാതിഥികളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റു ഇതര സമുദായങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ. കൂടുതലായി സംസാരിക്കുന്നില്ല, 2 വാക്ക് പറഞ്ഞ് അവസാനിക്കാം. കാരണം അൽറഹ്മ ചാരിറ്റബിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട്. 2 കൊല്ലത്തോളമായി ഞാൻ ഈ പരിപാടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ധനസഹായ വിതരണങ്ങളും മറ്റും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും പരിപാടിയിൽ ഞാൻ പങ്കെടുത്താണ്. ഒരുപാട് സഹായങ്ങൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ് അൽറഹ്മ ചാരിറ്റബിൾ. അതിൻ്റെ സാദി റഹ്മയുടെ ഉദ്ഘാടനം ആണ് തങ്ങളവറുകൾ നിർവഹിച്ചത്. കാരണം ഒരു വേദിയിൽ, ഒരു സ്റ്റേജിൽ വെച്ച് കുറേ കല്യാണം പുതിനാടിനെയും പുതിയണ്ണയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു കല്യാണമല്ല. കാരണം അർഹതപ്പെട്ട ആൾക്ക് അവരുടെ മയലുകളിൽ എത്തിച്ച് അവർക്ക് സംഭാവന ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്ന് സന്ദേഹമില്ല. കാരണം ഇത്രമാത്രം ഒരു രഹസ്യമായി തന്നെ ഇവിടെ വിവാഹം പൊതുവേദിയിൽ വെച്ച് വേണ്ട, അതായത് മയലിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അതിനുള്ള സഹായമാണ്. അതുകൂടാതെ ഇപ്പോൾ പല പദ്ധതികൾ, ഭവന നിർവ്വഹണ പദ്ധതിയും മറ്റു പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അത്രമാത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ നാളുകളായി ഈ നമ്മുടെ ഈ അൽറഹ്മയുടെ ഈ പരിപാടിയെപ്പറ്റി ചില ഒരു ഈവനിങ് ബ്ലാക്ക് മെയിൽ പത്രം അടിച്ചടിച്ച് കൊണ്ട് കല്ല് വെച്ച നുണ, കള്ളത്തരം പ്രചരിപ്പിക്കുന്ന രീതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എത്ര പരസ്യം കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് ഏത് ട്രസ്റ്റായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സംഘടന ആയിക്കോട്ടെ, അല്ലെങ്കിൽ രഹസ്യം ഒന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളായിക്കോട്ടെ, പരസ്യം 80,000 രൂപേൻ്റെ ഒരു പേജിൽ പരസ്യം കൊടുത്താൽ അതൊന്നും ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകളോ മറ്റോ പരസ്യം വന്ന് ചോദിച്ചാൽ കൊടുത്താൽ അതും അൺലീഗലായാലും ഒരു പ്രശ്നവുമില്ല. ഇതുമാതിരിയുള്ള ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നത്. കാരണം ഏറ്റവും വളരെ മോശമായ സാമൂഹികദ്രോഹി എന്ന് തന്നെ പറയാം. സ്വന്തം അച്ഛനമ്മമാരെ പോലും തിരിച്ചറിയാൻ കഴിവില്ലാതെ ഇത്തരം വിഡ്ഢികളെ നമ്മുടെ നാട്ടിൽ നിലക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് ഒരു 4 ഫോട്ടോ വെച്ചിട്ട് ഒരു പത്രം കണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റഷീദ് അലി തങ്ങൾ അത് ബഹിഷ്കരിച്ചു. അദ്ദേഹം രാവിലെ വന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് പോയി. മറ്റേ വേറെ കമ്മാരാണെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലാതെ 6ഓളം ദിവസമായി മംഗലാപുരം ആസ്പത്രിയിൽ. ഗോകുൽ സ്വാമിയാണെങ്കിൽ അദ്ദേഹം എറണാകുളത്ത് 5-6 ദിവസമായി 3 ദിവസമായി പോയിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഇതിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുമാതിരി പല ആളുകളും വരുമോ കാണുമെന്ന് പറഞ്ഞാൽ അതാണ് ഒരു പരിപാടിയിൽ ചിലത് വെക്കും, ചില ആൾ വരൂല, ചില ആൾക്ക് എത്താൻ പറ്റൂല, ചില ആൾ ഇങ്ങനെ വരാൻ പറ്റൂല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ മന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ. അതുമാതിരി ദുബൈയിൽ നിന്ന് കളപ്പിൽ നിന്നുള്ള ചെറുപ്പത്തികൾ വരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹങ്ങളും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ എങ്ങനെയും ഒരു സമുദായത്തെ മാത്രം താറടിച്ച് കാട്ടിക്കാനുള്ള പ്രവൃത്തിയാണ്. ഇതിൻ്റെ സഹായങ്ങൾ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ജാതിയുടെ മതം നോക്കിയല്ല ഇവിടെ പ്രവർത്തിക്കുക. അത്രമാത്രം ഒരു തീവ്രമായ ഒരു പ്രസ്താവന ഒരു പത്രത്തിൽ അച്ചടിച്ചുകൊണ്ടാണ് ഇവിടെ അത് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് സാധാരണ 2 കൊല്ലമാകുമ്പോൾ ഉടുപ്പിയിലും കൊച്ചിയിലെല്ലാം കൊണ്ടുപോയി കെട്ടാറുണ്ട് ഭ്രാന്തായ ആസ്പത്രിയിൽ. അത് ഇപ്രാവശ്യം കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അത്രക്കാരെ നമ്മൾ നിലക്ക് നിർത്തുന്നുണ്ട്. കാരണം പൈസ കൊടുത്താൽ, അല്ലെങ്കിൽ പരസ്യം കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മുടെ സംസ്ഥാന എക്സ്പൈസിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം 35,000 കൊടുത്താണ്. ഈ വിഡ്ഢിക്ക് അറിയാം, എല്ലാ ഡോക്ടറേറ്റും പൈസ കൊടുത്ത് വാങ്ങി തന്നെയാണ് എല്ലാവരും. മിക്കവാറും ആൾക്കാർ പൈസ കൊടുക്കാതെ വാങ്ങുന്നില്ല. വെറും ഖത്തർ ഇവരായിട്ട് മാത്രം പൈസ കൊടുത്ത് വാങ്ങിയതും മറ്റുള്ള എല്ലാം പൈസ കൊടുക്കാതെ വാങ്ങുക, അതെല്ലാം ഇവൻ്റെ കണ്ണ് കാണുന്നില്ല. അതുമാതിരി ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് എത്രയോ ഉണ്ട്. കുറേ കല്യാണം പടന്നക്കാട് 2-3 കഴിഞ്ഞു, അതുമാതിരി പല സ്ഥലത്തും കഴിഞ്ഞു. 2-3 മാത്രം ഇവൻ പരസ്യം കിട്ടാത്ത വിധത്തിൽ അച്ചടിച്ചിട്ടാണ് ഈ മോശം. ഇത് തന്നെയാണ് ഇതിൻ്റെ വിജയം. കാരണം ഇതുമാതിരിയുള്ള എഴുതിക്കൊണ്ടാൽ നമ്മുടെ പരിപാടി ഏറ്റവും നന്നായി ഇവിടെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇതിനുള്ള എല്ലാവിധ നാട്ടുകാർ സഹകരണമുണ്ട്. അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭംഗിയായി എന്നിവിടെ പരസ്യത്തിൻ്റെ ആവശ്യമില്ല. ഈ ബ്ലാക്ക് മെയിൽ തന്നെ അവൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത്ര മാത്രമാണ് ഇവരുടെ ഈ നാട്ട് ദ്രോഹി എന്ന് തന്നെ പറയാം. അത്തരക്കാരെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മതസ്ഥർക്കാരും ഇതിന് വേണ്ടി സഹകരിക്കണം. ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തി അതിനെതിരായുള്ള ഒരു സമരമുറ തന്നെ നടത്തേണ്ടതുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഇവിടെ ഭവന സഹായം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
മാത്രമല്ല നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും ഇവിടുത്തെ ഈ നാട്ടുകാരനും മുൻ കൗൺസിലറുമായ പൊതുകാര്യ സാമൂഹിക പ്രവർത്തനമായ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വെൽഫെയർ മുസ്ലിം സൊസൈറ്റി ഒരുപാട് ഇതുമാതിരി എല്ലാ കൊല്ലവും 3, 4, 5 ലക്ഷക്കണക്ക് ഉറുപ്പിന് ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഒരു ആജീവാനന്തര ചെയർമാനാണ് അദ്ദേഹം വേണ്ടുന്ന വിധത്തിൽ എല്ലാ സഹായങ്ങളും ഇതിനും ചെയ്തിട്ടുണ്ട്. ഇപ്പം അതുകൂടാണ്ട് നല്ല വിലപിടിപ്പുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം കുറച്ച് ദൂരെ അദ്ദേഹം ഇത് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കബൂൽ ചെയ്യുമായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർറഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും ഉത്തമമായ മാതൃക നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന GCC കോർഡിനേറ്റർ ജനാബ് MK അബ്ദുള്ളയുടെ ഷാദി റഹ്മയിലേക്കുള്ള സംഭാവന അദ്ദേഹത്തിന്റെ മകൻ അജ്മൽ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ ഏൽപ്പിക്കുകയാണ്. ഇനി വേദിയിൽ വെച്ച് നമ്മുടെ ചികിത്സാ സഹായം കൈമാറുകയാണ്. അത് കൈമാറുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ട്രഷറർ ജനാബ് കുഞ്ഞഹമ്മദ് പാലക്കി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി കൂളിയങ്കാലിൽ നിന്നും രമേശൻ തോയമ്മൽ, അബ്ദുൾ റഹ്മാൻ എന്നിവരെയും ആറങ്ങാടിയിൽ നിന്നും KK മുഹമ്മദ്, കുഞ്ഞിപ്പെണ്ണ് എന്നിവരെയും പടിഞ്ഞാറിൽ നിന്നും ജമീല പടിഞ്ഞാർ, ചിന്താമണി എന്നിവരെയും കോവൽപ്പള്ളിയിൽ നിന്നും അബൂബക്കർ, ശ്യാമള കല്ലഞ്ചിറ എന്നിവരെയും അരയിൽ നിന്നും പ്രീത അജയൻ, ഇബ്രാഹിം തോയമ്മൽ എന്നിവരെയും സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആദ്യമായി രമേശൻ തോയമ്മൽ. മുൻ കൗൺസിലർ കുഞ്ഞികൃഷ്ണൻ സ്വീകരിക്കുന്നു. അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കുഞ്ഞാമത് പാലക്കി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അബ്ദുൾ റഹ്മാൻ കൂളിയങ്കാൽ. ആറങ്ങാടിയിൽ നിന്നും KK മുഹമ്മദ്, കുഞ്ഞിപ്പെണ്ണ്. പടിഞ്ഞാറ് നിന്നും ജമീല പടിഞ്ഞാർ, ചിന്താമണി. കോവൽപ്പള്ളിയിൽ നിന്നും അബൂബക്കർ, ശ്യാമള കല്ലഞ്ചിറ. അരയിൽ നിന്നും പ്രീത അജയൻ. പ്രജീഷ് അരൈ ഏറ്റുവാങ്ങുന്നു. ഇബ്രാഹിം തോയമ്മൽ. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ട്രഷറർ ജനാബ് കുഞ്ഞഹമ്മദ് പാലക്കി അവരെ ആശംസക്കായി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
ബഹുമാനമുള്ള അധ്യക്ഷൻ, സ്റ്റേജിലുള്ള മറ്റു നേതാക്കളെ, പ്രിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. മറ്റുള്ളവർക്ക് നമസ്കാരം. ഇന്നലെ 2 വാക്ക് എനിക്ക് ഇവിടുന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ ട്രസ്റ്റിൻ്റെ എല്ലാ നല്ല പ്രവർത്തനക്കും എൻ്റെ ആശംസയും കൂടാതെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജനാബ് പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സുപ്രധാനമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളും വിളംബരങ്ങളുമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നേരത്തെ പല സംഘടനകളുടെ പേരിലും നിരവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ നമ്മളെല്ലാവരുടെയും പ്രിയങ്കരായിരുന്ന MK കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നിത്യ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ഈ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യസ്നേഹപരമായ വലിയ കർത്തവ്യ നിർവഹങ്ങളാണ്. ഇവിടെ ദീർഘമായി സംസാരിക്കേണ്ടതില്ല. ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വലിയ സംഘർഷങ്ങളും മനുഷ്യജീവന് ഭീഷണികളും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇന്ത്യ തന്നെ പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴുതിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. കാശ്മീരിലെ സ്ഥിതി വളരെ ദയനീയമാണ്. 113 ദിവസങ്ങളായി കാശ്മീരിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് മാത്രം മതി നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എത്രയേറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ. കേരളം അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ നേതൃത്വവും പ്രതിബദ്ധതയുള്ള അവരുടെ മാന്യമായ മാർഗദർശനവും ഉള്ളതുകൊണ്ട് ഈ രീതിയിൽ സംഘടിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർ സഹായിക്കുന്നതിന് വേണ്ടി സമ്പന്നന്മാരുടെ എല്ലാ സൗകര്യങ്ങളും പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള മീഡിയേറ്ററായി ഇത്തരം സംഘടനകൾ ഇവിടെ നിലവിൽ വരികയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സ്വീകാര്യമായ അമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മയുടെ ഈ വേദിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയ ജനാബ് ടി അബൂബക്കർ ഹാജി സാഹിബിനെ ആശംസക്കായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള വിവിധ തുറകളിലുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, കാഞ്ഞങ്ങാട് ആറങ്ങാടി 6 മഹല്ല് ജമായത്തുകളൊത്ത് രൂപീകൃതമായ അർറഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചുരുക്കം ചില മാസം കൊണ്ട് ഇത്രയും വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കും അഥവാ ഏറ്റെടുത്ത് നടത്തും എന്ന് വളരെ ദൂരെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണുമ്പോൾ തുടക്കത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അത്ഭുതകരമായ
സ്ത്രീധനമെന്ന ദുരിതവലയത്തിൽ അകപ്പെട്ട് വിവാഹം എന്നത് പാഴ്ക്കിനാവാകുമായിരുന്ന 6 നിർധന യുവതികൾക്ക് 1,00,000 രൂപയും 10 പവൻ വീതവും നൽകിക്കൊണ്ട് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആറങ്ങാടി സംഘടിപ്പിച്ച ഷാദി റഹ്മ 2016 ഭാഗമായുള്ള മതപ്രഭാഷണ പരമ്പരയിൽ സമാപന ദിവസമായ ഇന്ന് പ്രൗഢോജ്വല പ്രാസംഗികൻ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ അൽ അസ്ഹരി അവരുകൾ അള്ളാഹുവിലേക്കുള്ള മടക്കയാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ മിസ്ഹബ് കീഴരിയൂർ പ്രഭാഷണം നടത്തുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സദസ്സിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. وجد خط عبرتي وضنا مثل البهار على خديك والعلم نعم سرى طيف من أغباب أرقني والحب يعترض لذاتي بالألم يا لائمي في الهوى العذري معذرة مني إليك ولو أنصرت لن تلومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عدتك حالي لا سري بمستتري عن الغشاة ولا رئيب منحسر
صحبتني النصح لكن لست أسمعه إن المحب عن العذال في صمم إني اتقى مولاي صل وسلم دائما أبدا بكمال للخلق كلهم. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി സംസ്ഥാന MSFന്റെ കരുത്തനായ അധ്യക്ഷൻ മിസബ് കീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആറങ്ങാടി മഹല്ല് കൂട്ടായ്മകളുടെ കാരുണ്യ വേദിയായി പ്രവർത്തിക്കുന്ന അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ആലോചന സംഗമവുമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക സേവന രംഗത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുകയും വളരെ ചിട്ടയോടുകൂടി അർഹരായ ആളുകൾക്ക് മത ജാതി ഭേദമന്യേ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും ജനകീയവും ജനോപകാരപ്രദവുമായ പ്രവർത്തന പദ്ധതികളാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും തൻ്റെ പ്രവർത്തനത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്തെ സുമനസ്സുകളുടെ കൂട്ടായ്മയാണ് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ വിശാലമായ ഒരു വടവൃക്ഷമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലും നേതൃത്വം നൽകി സമീപ പ്രദേശത്തുള്ളവർക്ക് പോലും മാതൃകയാവുന്ന തരത്തിൽ ഇതിൻ്റെ അജണ്ടകളും പദ്ധതികളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്
ഇതിൻ്റെ പ്രവർത്തകന്മാർ വരും നാളുകളിൽ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ജീവകാരുണ്യ പ്രവർത്തനം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായിരുന്ന സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ നിരവധി സാഹചര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും അനുചരന്മാരും അതിന് നേതൃത്വം നൽകി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുതുകിൽ അപരിചിതമായ ഒരു അടയാളം അദ്ദേഹത്തിൻ്റെ മുതുകിൽ കാണാൻ ഇടയായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുചരന്മാരൊക്കെ ആലോചിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരു വലിയ ഭാരം ചുമന്ന അടയാളമാണ് അദ്ദേഹത്തിൻ്റെ മുതുകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി അത്യാവശ്യം ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ചുമലിൽ, ഇദ്ദേഹത്തിൻ്റെ മുതുകിൽ ഒരു അടയാളം, ഒരു തഴമ്പ്, ഭാരം ചുമന്നിട്ടുള്ള അർത്ഥത്തിലുള്ള ഒരടയാളം കാണുവാനുള്ള കാരണം എന്താണ് എന്നത് ഒരാൾക്ക് പോലും പിടികിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ തിരുശരീരം മറമാടി മരണാനന്തര ക്രിയകൾ കഴിഞ്ഞ് ആളുകൾ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. ആ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ ചുമലിലുള്ള ആ കറുത്ത തഴമ്പിൻ്റെ രഹസ്യമെന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ മദീനയിലെ ഒരു ഗോത്രം പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ആ പ്രദേശത്താകെ പരന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാദസ്പർശമേറ്റിട്ടുള്ള ഒരു പ്രദേശത്ത് ലോകം മുഴുവൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച ആ വലിയ വിശാലമായ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ വലിയ ചരിത്രം പങ്കുവച്ചിട്ടുള്ള മദീന പട്ടണത്തിൽ അവസാനം സക്കാത്തിൻ്റെ സമ്പത്ത് വാങ്ങാൻ ഒരു ദരിദ്രൻ പോലുമില്ലാതെ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള പ്രദേശമായി പ്രവാചകൻ പരിവർത്തിപ്പിച്ച മദീന നഗരത്തിൽ ഒരു ഗോത്ര സമൂഹം പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന മുഴുവൻ വിശ്വാസികളും ആ ഗോത്ര സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തി. എന്നിട്ട് അവർ ചോദിച്ചു, ഇത്രയും കാലം പട്ടിണി കിടക്കാതെ ഇത്രയും കാലം സുഭിക്ഷമായി ജീവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ കഴിഞ്ഞ ഒരു ആഴ്ചയായി നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറയാനുള്ള കാരണമെന്താണ്? ഇതുവരെയും നിങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത് എവിടെ നിന്നായിരുന്നു? ആ സമയത്ത് ഗോത്രത്തിലെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കാലമായി സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്കാവശ്യമായ ധാന്യക്കെട്ടുകളുമായി രാത്രിയുടെ കൂരിരുട്ടിൽ ഞങ്ങൾക്ക് മുഖം കാണാൻ സാധിക്കാത്തൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ടിരുന്ന ധാന്യക്കെട്ടുകൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവച്ച് ഓടി മറയാറുണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷണം നടത്തി. ഒരു തവണ പോലും അയാളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ആ ഇരുളിൻ്റെ അഗാധമായ കൂരിരുട്ടിൽ അദ്ദേഹം ആ വലിയ ഭാണ്ഡക്കെട്ടുകൾ, ധാന്യക്കെട്ടുകൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച് ഓടിമറയുന്ന കാഴ്ച പലപ്പോഴും ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. ഈ സന്ദർഭത്തിലാണ് നേരത്തെ മയ്യത്ത് കുളിപ്പിച്ചിരുന്ന ഉറ്റ ബന്ധുക്കൾ പോലും മനസ്സിലാക്കുന്നത്
മഹാനായ പ്രവാചക പൗത്രൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുതുകിലുണ്ടായിരുന്ന അടയാളം ആരുമറിയാതെ അദ്ദേഹം ഈ പാവപ്പെട്ട ഗോത്ര സമൂഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുത്ത ധാന്യക്കെട്ടുകൾ ചുമലിൽ ചുമന്നതിൻ്റെ അടയാളമായിരുന്നുവെന്ന് പിന്നീട് രേഖപ്പെടുത്തപ്പെടുകയാണ്. സാമൂഹിക സേവന രംഗത്ത് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വേദിയായി അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രഹസ്യമായും പരസ്യമായും സജീവമായ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാരവാഹികളുടെ മാത്രം ഒരു സേവനവേദിയായി പരിഗണിക്കാതെ ഈ 6 മഹല്ലുകളിലെയും ഓരോ സാധാരണക്കാരൻ്റെയും ചെറിയ ചെറിയ സംഭാവനകൾ ഈ ട്രസ്റ്റിനെ വിശാലമാക്കുന്നതിൽ ഗൗരവമായ പങ്കുവഹിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്യാൻ സാധിക്കും, ചില ആളുകൾക്ക് അത്രയൊന്നും സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കണമെന്നില്ല, പക്ഷേ ശാരീരികമായി അവരുടെ സാന്നിധ്യം ഉണ്ടാകണം. ചില ആളുകൾക്ക് ശാരീരികമായി ഒരു ട്രസ്റ്റിനോട് സഹകരിക്കാൻ സാധിക്കണമെന്നില്ല, പക്ഷേ ആശയപരമായി അയാളുടെ ആലോചനകൾ ആ ട്രസ്റ്റിന് വേണ്ടി ഉണ്ടാകണം. ചില ആളുകൾക്ക് ആശയങ്ങൾ പോലും കൊടുക്കാൻ സാധിക്കില്ല. ആ ട്രസ്റ്റിൻ്റെ പ്രാർത്ഥനയിലൂടെ അതിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ, ഇതിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഈ വിഷയത്തിൽ ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സേവനത്തിനും നമുക്കുകൂടി പ്രതിഫലം ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് ആ ജീവിതത്തെ സംബന്ധിച്ച് വളരെ അർത്ഥബോധത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു അറബി കവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്, ഒരു മനുഷ്യൻ 60 വർഷം ജീവിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും രാത്രി കവർന്നെടുക്കുമെന്നാണ്. ഒരാൾ ഒരു ദിവസം ഒരു 12 മണിക്കൂർ ഉറങ്ങിയാൽ 60 വയസ്സുള്ള ഒരു മനുഷ്യൻ 30 വർഷം ഉറങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ ഒരാൾ ഒരു 8 വർഷം ഉറങ്ങിയാൽ, ഒരു ദിവസം ഒരു 8 മണിക്കൂർ ഉറങ്ങിയാൽ 24 മണിക്കൂറുള്ള ഒരു ദിവസം 8 മണിക്കൂർ ഒരു സാധാരണ മനുഷ്യൻ ഉറങ്ങുന്നുവെങ്കിൽ അയാൾക്ക് 60 വയസ്സായിട്ടുണ്ടെങ്കിൽ 20 വർഷം അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ 6 വർഷം അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലാണ് സമയക്രമം. ഇങ്ങനെ നമ്മുടെ മാത്രം ഉറക്കിലേക്കും മറ്റൊരു വിഷയവും അറിയാതെ നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം കഴിഞ്ഞ് അവശേഷിക്കുന്ന കുറഞ്ഞ കാലമാണ്. ആ സമയത്ത് കുറഞ്ഞ സമയമാണെങ്കിൽ പോലും സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കാകുക എന്ന ദൗത്യം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, നിരവധി ആളുകൾ കയറിക്കിടക്കാൻ ഒരു കൂര പോലുമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമുക്കറിയാൻ സാധിക്കും, പ്രാഥമിക കർമ്മം നിർവഹിക്കണമെങ്കിൽ പാവപ്പെട്ട സഹോദരിമാർ സൂര്യനസ്തമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെയും ഉമ്മമാരുടെയും നാടാണ് നമ്മുടെ ഇന്ത്യ. ഒരുപാട് പട്ടിണിക്കോലങ്ങളുടെയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, നിങ്ങൾക്ക് ഗൂഗിളിൽ ഇന്റർനെറ്റുകളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രോവർട്ടി എന്ന് ദാരിദ്ര്യത്തെപ്പറ്റി അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒട്ടകത്തിൻ്റെ കാഷ്ടം പുറത്തേക്ക് തള്ളുന്നത് കാത്തുനിന്ന് അത് വിസർജനം നടത്തുന്ന ഭാഗത്ത് വാ തുറന്നുകൊണ്ട് വിശപ്പടക്കാൻ ശ്രമിക്കുന്ന എല്ലും തോലുമായ ഒരു നൈജീരിയൻ അല്ലെങ്കിൽ ഒരു സോമാലിയൻ ബാലന്റെ ചിത്രം ലോകത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ചിത്രമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിക്കോലങ്ങളായി ജീവിക്കുമ്പോൾ, ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രദേശത്തെങ്കിലും ഇടപെടുക എന്ന ദൗത്യമാണ് ഇത്തരം സംവിധാനത്തിലൂടെ വളരെ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി ഇങ്ങനെ പത്രങ്ങളിലും ടെലിവിഷനുകളിലുമൊക്കെ വാർത്തകളിലുമൊക്കെയായി ഈ തരത്തിൽ നിരവധി പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ വായിക്കുമ്പോൾ
കേവലം ആ വിഷയത്തെപ്പറ്റി സഹതപിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നതിന് പകരം ഓരോ പ്രദേശത്തും അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദികളുണ്ടെങ്കിൽ ആ വേദികളിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഈ സേവന രംഗത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും അവസാനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം സാമ്പത്തികമായ അഭിവൃദ്ധിയെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള, അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് വാർഷികമായി ലഭിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത്, അവർക്ക് കാർഷിക മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത്, അവരുടെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശമ്പളങ്ങൾ, അവർ കച്ചവടം ചെയ്ത് ലഭിക്കുന്ന ലാഭം, ഇതൊക്കെയും വാർഷികമായി കണക്കുകൂട്ടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള 2.5% കേരളത്തിലെ മുസ്ലിങ്ങൾ സംഭാവന ചെയ്യാൻ തയ്യാറായാൽ, സക്കാത്തിന്റെ സമ്പത്തായി 2.5% കൊടുക്കാൻ തയ്യാറായാൽ 532 കോടി രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം. നമ്മുടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന അത്രയും ഭാരിച്ച തുക, ഒരു വർഷം 532 കോടി രൂപ ഇവിടുത്തെ സാമൂഹിക സേവനത്തിന് വേണ്ടി സക്കാത്തിന്റെ സമ്പത്തായി കൃത്യമായി കൊടുത്താൽ കേരളത്തിലെ മുസ്ലിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം. അത് ഏത് തരത്തിലാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായ ആലോചനക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. നമ്മളൊരു സക്കാത്തിന്റെ സമ്പത്തിൽ നിന്ന് 100 രൂപ എൻ്റെ കൈകളിലുണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണമെന്നാണ്. 100 രൂപ എന്ന് ഞാൻ സാങ്കല്പികമായി സൂചിപ്പിക്കുകയാണ്. 100 രൂപയിൽ 2.5% സക്കാത്ത് കൊടുക്കണമെന്നാണ്. ആ 2.5% കൊടുത്തു കഴിഞ്ഞാൽ 97.5% നമുക്ക് ശുദ്ധീകരണത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കും. ഈ 100 രൂപയിൽ നിന്ന് 2.5% കൊടുത്തിട്ടില്ലെങ്കിൽ 100 രൂപയും നമുക്ക് ഹലാലല്ലാത്ത രീതിയിൽ, ശുദ്ധീകരിക്കപ്പെടാത്ത രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് 2.5% കൊടുത്തു കഴിഞ്ഞാൽ 532 കോടി രൂപ കൊടുക്കാൻ മാത്രം സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട് എന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. അങ്ങനെയാകുമ്പോൾ നിരവധി ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ അവരുടെ വീടുകൾ നിർമ്മിക്കപ്പെടും, അവരുടെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, കെട്ടുപ്രായമെത്തിയിട്ടും വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാരുടെ വിവാഹം കഴിക്കപ്പെടും, അതേപോലെ തന്നെ പട്ടിണി അകറ്റപ്പെടും, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെടും. അതേപോലെ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ മതരംഗത്ത് സജീവമാകണം, രാഷ്ട്രീയ രംഗത്ത് സജീവമാകണം. ഈ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി അവർ ഇടപെടണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകന്മാർക്കും രാഷ്ട്രീയ മത മഹല്ല് നേതാക്കന്മാർക്കും സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ, ഒരു മതപ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുമ്പോൾ, ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുമ്പോൾ നമ്മളൊരു കത്തൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ നമ്മോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ ഉമ്മ ഹോട്ടലിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എച്ചിൽ പട്ടികളോടൊപ്പം കടിപിടി കൂടിയപ്പോൾ, പ്രായമായ സഹോദരിമാരെ കെട്ടിച്ചയക്കാൻ കഴിയാതെ എൻ്റെ ഉമ്മയുടെ മുഖത്ത് കണ്ണുനീർ നിറഞ്ഞപ്പോൾ, പാഠപുസ്തകം നിരത്ത് വെച്ച് പണിയായുധവുമായി കുടുംബം പോറ്റാൻ ഞാൻ പാടത്തിറങ്ങേണ്ടി വന്നപ്പോൾ എന്നോടൊരു നല്ല വാക്ക് പറയാൻ, എനിക്ക് വേണ്ടി ഒരു നാണയത്തുട്ട് നൽകാൻ, എൻ്റെ ഉമ്മയുടെ മുഖത്തൊരു പ്രകാശമാനമായ ഒരു സാഹചര്യമുണ്ടാകാൻ ആവശ്യമായ ഒരു വാക്കുച്ചരിക്കാൻ ഒരു മഹല്ല് നേതാവും എൻ്റെ വീട്ടിൻ്റെ പടി ചവിട്ടിയിരുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനും എൻ്റെ ഉമ്മയുടെ പ്രയാസമന്വേഷണം നടത്തിയിട്ടില്ല. ഒരു മതനേതാവും എന്നെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ആശങ്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പള്ളിയുടെ പരിപാടിക്ക്, നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ, നിങ്ങളുടെ സാംസ്കാരിക സംഗമത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് ആ ചെറുപ്പക്കാർ പറഞ്ഞു തുടങ്ങും. അവിടെയാണ് മഹല്ലുകൾ നിർവഹിക്കേണ്ട ദൗത്യം. ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾ
കൃത്യമായി അന്വേഷണം നടത്തി ഇടപെടുക എന്ന പ്രധാനപ്പെട്ട ദൗത്യമാണ് നേതൃത്വം എന്ന നിലയിൽ മഹല്ലുകളായാലും രാഷ്ട്രീയക്കാരായാലും മതനേതൃത്വമായാലും ആ തരത്തിൽ ഒരു സമീപനത്തിന് നേതൃത്വം നൽകണമെന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇവിടെ സാമ്പത്തികമായി അഭിവൃദ്ധി നിൽക്കുന്ന ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ ഒരു കൃത്യമായ വിതരണം താഴെത്തട്ടിലേക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു മുന്നേറ്റം ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിത്തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അവസാനത്തിൽ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന ഒരു പ്രശസ്ത കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. കാസർഗോഡ് ജില്ലക്കാരനായ കലന്തൻ ഹാജി എന്ന് പറയുന്ന പഴയ ഒരു പ്രവാസിയെ സംബന്ധിച്ചാണ് ആ കഥാപാത്രത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ കഥയിൽ പോലും നിങ്ങളുടെ പ്രദേശമാണ്, കാസർഗോഡ് ജില്ലക്കാരനായ ഒരു കലന്തൻ ഹാജിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. കലന്തൻ ഹാജി വലിയ ഒരു സമ്പന്നനാണ്. സാമ്പത്തികമായി വിശാലമായ വേരുകളുള്ള കലന്തൻ ഹാജിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ്റെ വിവാഹം നടക്കുകയാണ്. വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ ഭക്ഷണ വിഭവങ്ങൾ വിതരണം ചെയ്തു. തീന്മേശകൾ നിറഞ്ഞ ഭക്ഷണ വിഭവങ്ങൾ വിതരണം ചെയ്ത് ഒരുപാട് ആളുകളൊക്കെ കടന്നു വന്ന് ഭക്ഷണം കഴിച്ചു പോയി. പിന്നീട് ഒരുപാട് ദൂർത്തടിച്ച ആ ഭക്ഷണം ആവശ്യക്കാരില്ലാതെ, കഴിക്കാൻ ആളുകളില്ലാതെ ചെമ്പ് കണക്കിന് ബിരിയാണി, ആ കഥയുടെ പേര് ബിരിയാണി എന്നാണ്, ചെമ്പ് കണക്കിന് ബിരിയാണി വേസ്റ്റിലേക്ക് തട്ടാൻ വേണ്ടി ബീഹാറുകാരനായ ഒരു രാം ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി വരികയാണ്. വലിയ കുഴി കുത്താനാണ് ഗോപാൽ യാദവ് കലന്തൻ ഹാജിയുടെ വീട്ടിൽ വരുന്നത്. കലന്തൻ ഹാജിയുടെ ചെറുമകൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന്. ആ സമയത്ത് ഗോപാൽ യാദവിന്റെ ഹൃദയം പൊട്ടുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. പിന്നീട് ആ ചെമ്പ് കണക്കിന് ബിരിയാണി, കല്യാണ വീട്ടിൽ ബാക്കിയായ ബിരിയാണി ആ കുടിയിലേക്ക് മറച്ചിട്ടുകൊണ്ട് ഗോപാൽ യാദവ് എന്ന സാധാരണക്കാരനായ തൊഴിലാളി മണ്ണിട്ട് മുടുമ്പോൾ ഗോപാൽ യാദവ് ആ ചെറുമകനോട് പറയുന്നുണ്ട്, എനിക്കൊരു മകളുണ്ടായിരുന്നു, അവളുടെ പേര് ബസുമതി എന്നായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്നുകൊണ്ടാണ് എൻ്റെ പൊന്നുമോൾ ബസുമതി മരിച്ചുപോയതെന്ന് ഗോപാൽ യാദവ് എന്ന ബീഹാറുകാരൻ പറഞ്ഞ കഥ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിനും നമ്മുടെ പ്രദേശത്തും നമ്മുടെ രാജ്യത്തും നടക്കുന്ന ഒരു വലിയ സാമ്പത്തികമായ ഒരു മേഖലയിൽ വലിയ ധൂർത്തും, ഒരു ഭാഗത്ത് പട്ടിണിയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയാണ് ബീഡ് എന്ന് പറയുന്ന ജില്ല. മഹാരാഷ്ട്രയിലെ ആ ജില്ലയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരുടെ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ 500-1000 കുട്ടികൾക്ക് 1-2 ബാത്റൂമുകളാണ് ഗവൺമെന്റ് കൃത്യമായി നിർമ്മിച്ചു നൽകിയത്. വിദ്യാഭ്യാസ നിയമപ്രകാരം 40 കുട്ടികൾക്ക് ഒരു ബാത്റൂം വേണമെന്നുള്ള ഈ വിഷയത്തെ, വിദ്യാഭ്യാസപരമായ തരത്തിലുള്ള ഒരു നിയമത്തെ 100-200 കുട്ടികൾക്ക് ഒരു നേരത്തെ 100-200 കുട്ടികൾക്ക് ഒരു ബാത്റൂം സൗകര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ബീഡ് എന്ന് പറയുന്ന ജില്ലയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതേ മഹാരാഷ്ട്രയിലാണ് മുകേഷ് അംബാനിയുടെ ആന്റിലിയ എന്ന് പറയുന്ന വീടുള്ളത്. കേവലം 5 അംഗ കുടുംബങ്ങൾക്ക് 80ഓളം ബാത്റൂമുകളാണ് ആന്റിലിയ എന്ന് പറയുന്ന വീട്ടിൽ ബീഡ് ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയിൽ ഉയർന്നു നിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് വൈരുദ്ധ്യങ്ങളാണ്. ഒരു ഭാഗത്ത് വലിയ സാമ്പത്തികമായ വിശാലതയും മറുഭാഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. ഈ തരത്തിലാണ് വളരെ ഗൗരവമായ രീതിയിൽ ഈ വിഷയത്തെ നമ്മുടെ ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും വളരെ ഗൗരവമായി ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും സജീവമായി എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരാളുടെയും കണ്ണീര് വീഴാൻ പാടില്ല എന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട്
നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റമിത്രമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ ജാതി മത വിഭാഗങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം സേവന സംവിധാനത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ജാതികളുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകളില്ലാത്ത സേവനബോധമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ്. അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ള സാമ്പത്തിക സഹായം ഏറ്റുവാങ്ങിയവരിൽ വിവിധ മതവിശ്വാസികളുണ്ട്. അത് നമ്മുടെ ബാധ്യതയായി, മതവിശ്വാസത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ആദർശമായി ഈ അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള പാഠം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് സ്വന്തം നാട്ടിൽ നിന്ന് ഹിജറ പോകുകയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഹിജറ പോവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം നാട്ടിൽ നിന്ന് ഹിജറ പോകുമ്പോൾ അമുസ്ലിമായ ഒരു വ്യക്തിയാണ് പറയുന്നത് അബൂബക്കർ സിദ്ദീഖിനോട്, താങ്കൾ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഈ നാട്ടിൽ താങ്കളെ ആവശ്യമുണ്ട്. താങ്കൾ ആളുകൾക്ക് സേവനം ചെയ്യുന്നവനാണ്. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. താങ്കൾ ആളുകൾക്ക് വേണ്ടി ആവശ്യമായ പരിഗണന നൽകുന്നവനാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ്, താങ്കൾക്കെതിരെ ശത്രുക്കൾ വന്നാൽ എൻ്റെ വീട്ടിൽ, അമുസ്ലിമായ എൻ്റെ വീട്ടിൽ താങ്കൾക്ക് ഞാൻ അഭയം നൽകുമെന്ന് പറഞ്ഞ ഇബ്നു ദുഗിന്നമാർ നമ്മുടെ പ്രദേശത്ത് നിന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു പ്രദേശത്തിൽ നിന്ന് യമനിലേക്ക് ചില ചെറുപ്പക്കാർ ഹിജറ പോയി എന്ന വാർത്തകൾ പത്രത്തിൽ നമ്മൾ വായിച്ചു. യമനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ചരിത്രമായിരുന്നു ഒരു കാലത്ത് നമ്മൾ കേട്ടതെങ്കിൽ ഇന്ന് കാസർഗോഡ് നിന്ന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് യമനിലേക്ക് യാത്ര തിരിക്കുന്നു എന്ന വാർത്ത കൃത്യമായി അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടായിരിക്കണം. എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയല്ല. അവിശ്വാസികളുടെ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യാത്ര തിരിക്കുന്നവർ ഇബ്നു ദുഗന്നയുടെ നാട്ടിലല്ല, ഇബ്നു ദുഗന്നയുടെ വീട്ടിലും അഭയം പ്രാപിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖിനെയാണ് മാതൃകയാക്കേണ്ടത്, നമ്മൾ കാണേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആ ഹിജറ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴി കാണിച്ചത്, മദീനയിലേക്കുള്ള കിലോമീറ്ററുകൾ താണ്ടി മദീന എന്ന് പറയുന്ന രക്ഷാസ്ഥാനത്ത് എത്തിച്ചേരുവാൻ അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ഏൽപ്പിച്ചത് അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന അമുസ്ലിമിനെയാണ്. അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് കാണിക്കുന്ന ചെറിയ ഒരു അശ്രദ്ധ, അദ്ദേഹം കാണിക്കുന്ന പ്രലോഭനങ്ങളിൽ അദ്ദേഹം ഒന്ന് വീണുപോയാൽ, കാരണം തൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന പ്രവാചകനല്ല, അയാൾ മറ്റൊരു മതവിശ്വാസിയാണ്. എന്നിട്ട് പോലും അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്തിന് ആ ദൗത്യമേൽപ്പിക്കാൻ പ്രവാചകൻ കാണിച്ചൊരു മനസ്സുണ്ട്. അതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിത സന്ദേശം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പടയങ്കി ഒരു ജൂതനായ മനുഷ്യന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ വിശാലമായൊരു രാഷ്ട്രത്തിന്റെ പടത്തലവന്, ഒരു സേനാധിപന്, ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ചങ്കിലെ ചോരയേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞാൽ സമ്പത്തിന്റെ കൂമ്പാരം വീട്ടുപടിക്കൽ കൊണ്ടുകൊടുക്കാൻ തയ്യാറുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള സ്വഹാബത്ത് ജീവിക്കുമ്പോൾ ജൂതനായ ഒരു അമുസ്ലിമിന്റെ കയ്യിൽ സമ്പത്ത് പണയം വെക്കാൻ, മേലങ്കി പണയം വെക്കാൻ പ്രവാചകൻ കാണിച്ച കൃത്യമായ ഒരു അജണ്ട ബഹുസ്വര സമൂഹത്തിൽ മറ്റു മതവിശ്വാസികളുമായി ഇടപെടലുകൾ ഉണ്ടാകണം എന്ന സന്ദേശമാണ് നമുക്ക് വെളിച്ചം വീശിയത്. അതുകൊണ്ടാണ് നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സമീപനങ്ങളിൽ മതവും ജാതിയും നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബിന്റെ ചരിത്രത്തിൽ മദീന പട്ടണത്തിലൂടെ ജൂതനായ ഒരു വ്യക്തി, ഒരു വൃദ്ധനായ മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ്. അദ്ദേഹത്തോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്രേ, താങ്കൾ ഇങ്ങനെ യാചകനെ പോലെ നടക്കുന്നത് എന്തിനാണ്? ജൂതനായ ആ വ്യക്തി പറഞ്ഞു, ഞാൻ എൻ്റെ ആരോഗ്യമുള്ള കാലത്ത് ഒരുപാട് അധ്വാനിച്ചവനാണ്. ഇന്നെനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് യാചിക്കുകയല്ലാതെ എനിക്ക് കഴിയുന്നില്ല ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ
ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പ്രായമായ ആളുകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ച, വാർദ്ധക്യ പെൻഷന് നേതൃത്വം നൽകിയ അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പെൻഷൻ പ്രഖ്യാപിച്ചത് അമുസ്ലിമായ ഒരു ജൂതനിൽ നിന്നായിരുന്നുവെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പദ്ധതികളിലും കേവലം മതവിശ്വാസികൾ മാത്രം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സമൂഹം മാത്രമെന്ന പരിഗണനയല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഇതിൻ്റെ പദ്ധതികളിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും നടക്കുവാൻ പോകുന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നമ്മുടെ പ്രദേശത്ത് അബൂബക്കറിനെ തടഞ്ഞു വെച്ചതുപോലെ ഒരുപാട് ഇബിഞ്ഞുതുകിൻ്റെമാർ വരും. നിങ്ങൾ ഈ നാട് വിട്ടുപോകാൻ പാടില്ല, നിങ്ങൾ ഈ നാടിനാവശ്യമുണ്ട്. നിങ്ങൾക്കെതിരെ ഫാസിസ്റ്റുകൾ അജണ്ടകൾ നിരത്തിയാൽ, നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വർഗീയ തിമിരം ബാധിച്ചവർ വാളോങ്ങിയാൽ ഞങ്ങളുണ്ടാകുമെന്ന് പറയാൻ ബഹുസ്വര സമൂഹത്തിലെ അമുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്, ഇബിനുതുകിന്നമാരെ പോലെയുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത് ആ ജീവിത സന്ദേശം നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുമ്പോഴാണ്. ഞാനിത് സൂചിപ്പിച്ചത് ഈ തരത്തിലുള്ള ഒരു സമീപനമാണ് സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടത്. ഇവിടെ ഏതാനും ചില ചെറുപ്പക്കാരെ ഈ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ചെറുപ്പക്കാരെ ഇവിടെ ആദരിക്കുകയുണ്ടായി. ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഇതിൻ്റെ വളണ്ടിയർമാരെ, ചെറുപ്പക്കാരായിട്ടുള്ള ഇതിൻ്റെ സംഘാടകന്മാരെ ഇവിടെ ആദരിക്കുകയുണ്ടായി. ഒരു വലിയ സന്ദേശമാണ്. ഒരു പുതിയ തലമുറയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്നുണ്ട് എന്ന
ഈ പ്രദേശത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെറുപ്പക്കാർ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായി ഈ അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി വളർന്നു വരുന്നത്. ചെറുപ്പക്കാർ ഇത്തരം പദ്ധതികളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടിരിക്കുന്ന, സേവന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വീട്ടിലെ തൻ്റേതായ മുറിയിൽ വിരലുകൾ കൊണ്ട് മാത്രം മെസ്സേജുകൾ അയച്ച് ഇതാണ് സാമൂഹ്യ പ്രവർത്തനമെന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറായിട്ടുള്ള ആ ചെറുപ്പക്കാർ ഒരു വലിയ സന്ദേശം പകർന്നു നൽകുകയാണ്. സോമൻ കടലൂർ എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോക്ലോർ വിഭാഗം മേധാവിയായിട്ടുള്ള, ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള, കോഴിക്കോടുകാരനായിട്ടുള്ള ഒരു യുവകവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പക്കാരെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരെ എവിടെയും കിട്ടുന്നില്ല എന്നാണ്. നാട്ടിലില്ല, വീട്ടിലില്ല, കാട്ടിലുമില്ല. അച്ഛൻ്റെ കൂടെ വയലിലില്ല, അമ്മയുടെ കൂടെ ആശുപത്രിയിലുമില്ല. അച്ഛൻ്റെ കൂടെ വയലിലില്ല, അമ്മയുടെ കൂടെ ആശുപത്രിയിലുമില്ല. കല്യാണ വീടിൻ്റെ മഹാസൗഭാഗ്യത്തിലില്ല, മരണവീടിൻ്റെ മഹാമൗനത്തിലുമില്ല. കല്യാണ വീടിൻ്റെ മഹാസൗഭാഗ്യത്തിലില്ല, മരണവീടിൻ്റെ മഹാമൗനത്തിലുമില്ല. പാർട്ടിയിലില്ല, ജാഥയിലില്ല, മതത്തിലില്ല. പാർട്ടിയിലില്ല, ജാഥയിലില്ല, മതത്തിലില്ല. വായനശാലയിൽ പൊടിപോലുമില്ല, വായനശാലയിൽ പൊടിപോലുമില്ല. ഏ ചെറുപ്പക്കാരാ നീ എവിടെയാണ്? ഏ ചെറുപ്പക്കാരാ നീ എവിടെയാണ്? നിന്നെ കാണാൻ കൊതിയാവും, നിന്നെ കാണാൻ കൊതിയാവും. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് റിയലി, ശരിക്കും ഐ മിസ് യുടാ, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നവെന്നാണ് കേരളത്തിലെ ചെറുപ്പക്കാരോട് ഒരു യുവകവി തൻ്റെ ആശങ്കകൾ പങ്കുവെച്ചത്. അത്തരം കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാനും അവരെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിഭാഗത്തിൽ ക്രിയാത്മകമായി ഇടപെടിക്കാനും സാധിച്ചു എന്നതാണ് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിജയമായി നിങ്ങൾ കാണേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന ഒരു തലമുറ കൂടി അത് ഏറ്റെടുക്കുന്ന തരത്തിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ മയ്യത്ത് വീട്ടുപടിക്കൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് എടുത്തുകൊണ്ടുപോകുമ്പോൾ, അവസാനത്തെ യാത്രയുമായി പള്ളിക്കാട്ടിലെ കൂരിരുട്ടിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ അവന് വേണ്ടി കരയാൻ അവൻ്റെ ഉപ്പയും ഉമ്മയും മാത്രമാകരുത്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും മാത്രമാകരുത്. ഒരു പ്രദേശം മുഴുവൻ ഇതിൻ്റെ സംഘാടകന്മാർക്ക് വേണ്ടി കരയുകയും അവരുടെ മയ്യത്തിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നതിനാൽ ഈ ഒരു സംവിധാനത്തോടൊപ്പം നിൽക്കാൻ, ഇതിൻ്റെ സജീവമായ സംഘാടകന്മാരിൽ ഉൾക്കൊള്ളാൻ, ഇതിൻ്റെ വിജയത്തിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പങ്കാളിത്തം കൊള്ളാൻ ധൃതി കൂട്ടിക്കൊണ്ട് 6 മഹല്ലുകളിലെയും ചെറുപ്പക്കാരും അതേപോലെ തന്നെ കാരണവന്മാരും ഒക്കെ സജീവമായി ഇടപെടണമെന്നാണ് ഇതിന് ഒരാശംസകൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം വിശാലമായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, നിരവധി ആളുകൾക്ക് സഹായം എത്തിക്കാൻ സാധിക്കുന്ന, എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രമാകാൻ സാധിക്കുന്ന തരത്തിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് 7:40 കോഴിക്കോട്ടേക്ക് ഒരു ട്രെയിൻ ഉള്ളതിനാൽ എനിക്ക് അത്യാവശ്യമായി പോകാനുള്ളതിനാൽ വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഒരു സംഗമം അള്ളാഹു ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആറങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഷാദി റഹ്മ 2016 ഭാഗമായുള്ള മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തേണ്ടത്
പ്രൗഢോജ്വല പ്രാസംഗികൻ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ അൽ അസ്ഹരി അവരുകളാണ്. അദ്ദേഹം സ്ഥലത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കയാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട്